ഇറങ്ങി മക്കളെ ഇറങ്ങി. ഞാനൊക്കെ ഒരുപാട് കാലമായി ഇതുപോലത്തെ ഒരു തുണിക്ക് ഇങ്ങനെ നോക്കി നടക്കണേ. കാരണം എന്താ പറയുക, നമ്മളൊക്കെ തുണി എടുത്ത പൊന്നാര മക്കളെ തുണി എപ്പോഴാണ് കൊഴിഞ്ഞിടുന്ന അറിയില്ല. പിന്നെ ടൗസർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നെ പോലത്തെ ആൾക്കാർക്ക് വല്ലാത്തൊരു ഉപകാരം അല്ലേ. ഇതുപോലത്തെ തുണി ഒരുപാട് ആൾക്കാർ കാത്തിക്കുണ്ട്. കാരണം മക്കളെ എപ്പോഴും തുണി എടുത്താൽ ഇങ്ങനെ അഴിഞ്ഞു പോകണ ചങ്കോ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കി. കാരണം ഓൻ അറിയട്ടെ ഇങ്ങനത്തെ ഒരു തുണി നിലവിൽ എത്തിക്കുക എന്നുള്ളത്. ഒരു രക്ഷയില്ല. വിഷയൊക്കെ വരുന്നത് കറക്റ്റ് സമയത്താണ് സാധനത്തിൽ എല്ലാവരും വാങ്ങിക്കൂട്ടി അടിച്ചു പൊളിക്കി. പിന്നെ പാവാടത്തുണി എന്ന് പറഞ്ഞ് ചില ആൾക്കാർ കളിയാക്കുന്നുണ്ട്. പൊന്നാര മക്കളെ അതിൻ്റെ ഉള്ളിൽ വന്ന് തലയിട്ട് നോക്കിയാലേ പാവാടത്തുണിന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു പാവാടത്തുണിന്നും മനസ്സിലാവില്ല. ഒരു രക്ഷയില്ല. ഏതായാലും തുണി എടുത്ത് ആ നിൽക്കണം നിൽപ്പ് അത് വേറെ ലെവല. പിന്നെ പാവാട തുണി എന്ന് പറയാൻ നിൽക്കണ്ട. അതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു മോഡേൺ ട്രെൻഡാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാവാട സാരി ഇറങ്ങുന്നില്ല, അത് വേറെ വിഷയം. അപ്പോൾ വല്ലാണ്ട് കളിയാക്കൊന്നും വേണ്ട. ഒരു രക്ഷയില്ല. അടിപൊളി അല്ലേ. ഇന്നമാതിരി എപ്പോൾ തുണി എടുത്താലും അങ്ങനെ അഴിഞ്ഞു പോകണം ചങ്ക ആരെങ്കിലും ഉണ്ടോ പെട്ടെന്ന് അയച്ചു കൊടുക്കി. കാരണം വാങ്ങട്ടെ. കാരണം വിഷുവിന് തുണി എടുത്താൽ അഴിഞ്ഞു പോകുമെന്ന് വേജാറായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓൾക്കൊരു പരിഹാരം ഇന്നപ്പോലത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഏതായാലും ഓൾക്ക് വേഗം അയച്ചൊടുക്കി. ഒരു രക്ഷയില്ല. എല്ലാവരും തുണിയൊക്കെ എടുത്ത് അടിച്ച് പൊളിക്ക്. വിഷുവൊക്കെയാണ് വരുന്നത്. നമ്മൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്താലും സപ്പോർട്ട് ചെയ്താൽ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ തുണി വേഗം വാങ്ങി.